എൻ്റെ പേര് സൗമ്യ. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എമിറേറ്റ്സ് എനിക്ക് ഫെമിലിയർ ആയത് ഫേസ്ബുക്ക് വഴിയായിരുന്നു. ഞാനൊരു സൗദി അറേബ്യയുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എമിറേറ്റ്സിനെ അപ്രോച്ച് ചെയ്തത്. വളരെ സ്മൂത്ത് പ്രോസസ് ആയിരുന്നു. അർച്ചനയാണ് എന്നെ അവിടെ ഹെൽപ്പ് ചെയ്തത്. അർച്ചന ഭയങ്കര കൈൻഡായിട്ട് സപ്പോർട്ടീവായിട്ടുള്ളൊരു സ്റ്റാഫാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് എന്ത് ഡൗട്ടും അവർ അത്ര പേഷ്യൻസോടുകൂടി നമ്മളെ കേൾക്കുകയും അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരികയും ചെയ്യും. സോ ആക്ച്വലി അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായ ഒരു നേച്ചറാണ് ഓരോ സ്റ്റാഫിൻ്റെ അവിടുത്തെ. സോ ഇവരുടെ സർവീസിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നത് നഴ്സസിന് വളരെ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എമിറേറ്റ്സ്. എനിക്ക് കിട്ടിയ ജോബ് സൗദി അറേബ്യയിലേക്കാണ്. ഞാൻ 1-2 ദിവസത്തിനടുത്തുണ്ട് സൗദിയിലേക്ക് പോവുകയും ചെയ്യും. എൻ്റെ എല്ലാ പ്രോസസ്സും വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹാപ്പിയാണ് സർവീസസ് എമിറേറ്റ്സിൽ. എൻ്റെ പേര് ആൻമരിയ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ മാസം സൗദി അറേബ്യയിലേക്ക് അൽ മുവാസദ് ഹോസ്പിറ്റലിലേക്ക് ഡിപ്പാച്ചർ ചെയ്യുകയാണ്. അതിനെന്നെ സഹായിച്ചത് എമിറേറ്റ്സ് ഇന്റർനാഷണൽ കൺസൾട്ടൻസിയാണ്. ഞാൻ ഈ ഏജൻസിനെ കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്. ഫ്രണ്ടിൻ്റെ ചേച്ചി സൗദിയിലേക്ക് പോയി. അതുവഴിയാണ് ഞാൻ ഈ ഏജൻസിനെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ നമ്പർ മേടിച്ച് കോൺടാക്ട് ചെയ്തു. ആൻഡ് ഞാൻ ആദ്യമേ കോൺടാക്ട് ചെയ്ത് അരുണെന്ന് പറഞ്ഞ ചേച്ചിനെയായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എല്ലാം നന്നായിട്ട് പറഞ്ഞു തരികയും പിന്നെ അങ്ങോട്ടേക്ക് എൻ്റെ പ്രോസസ്സിങ് വളരെ ഈസി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷാമിനി എന്ന് പറഞ്ഞ ചേച്ചിയും എന്നെ ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുൾ ഗോൺ ത്രൂ ചെയ്ത ചേച്ചിയാണ്. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമായാലും എപ്പോഴൊക്കെ ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിങ്ങിൽ എല്ലാം ചെയ്തു തരികയും അതുപോലെ പിന്നെ വന്ന പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരികയും എനിക്ക് എത്രയും വേഗം പോകാം അതിനുവേണ്ടി എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുകയും പ്രിപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്തു. അതിനൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യും എല്ലാം ചെയ്തത് എൻ്റെ ഫുൾ ഈ തുടങ്ങിയത് മുതൽ ഇപ്പം ഞാൻ ഈ പോകാൻ റെഡിയായി നിൽക്കുന്നവർ എല്ലാ കാര്യങ്ങളും ഇവരാണ് ചെയ്തത്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം വളരെ ഈസി ആയിരുന്നു, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് താങ്ക് യു എമിറേറ്റ്സ് ഇന്റർനാഷണൽ കൺസൾട്ടൻസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് വേക്കൻസി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒമാൻ MOUയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 1,50,000 സാലറി പാക്കേജിൽ BSc 4 ഇയർ എക്സ്പീരിയൻസ് ഉള്ള PSW മാൻഡേറ്ററി ആയിട്ടുള്ള ഈ വേക്കൻസിയുടെ ഇന്റർവ്യൂ ഡയറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. പ്രോസസ് മുതൽ ഡിപ്പാർച്ചറായി നിങ്ങൾ ജോലിയിൽ ജോയിൻ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എമിറേറ്റ്സ് ഇന്റർനാഷണലിന്റെ കയ്യിൽ സേഫ് ആണ്. കൂടാതെ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് പറക്കാം എമിറേറ്റ്സ് ഇന്റർനാഷണലിലൂടെ. पर कुड़िया दे नाल बहुत स्वीट है, मुंडा थोड़ा ऑफ बीट है, पर कुड़िया दे नाल बहुत स्वीट है, ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट, पर फूल वूल करने में कूल तू बड़ी तेज कटारी है, शगन तेरी की लगन तेरी की हमने कर दी तैयारी है, नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे, नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे, खसमानों का नहीं करारे करमना लालू बड़े करारे, चढ़ चढ़ के चौबारे करमना स्वीटू आजा मारे, नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे, नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे, खसमानों का नहीं ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹയറിംഗ് ആരംഭിച്ചിരിക്കുന്നു. മെഗാ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് 93,000 മുതൽ 1,30,000 സാലറി പാക്കേജിൽ നേഴ്സ് ജോബിന് അപ്ലൈ ചെയ്യാം. ഫ്രീ അക്കോമഡേഷൻ ലഭിക്കുന്ന ഈ വേക്കൻസിക്ക് വിത്തിൻ 2 months കൊണ്ട് ഡിപ്പാച്ചർ ആവാം. So apply now and start your process with Emirates International.
ചെലവിൽ സൗദി, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നേഴ്സായാലോ അതും 1 lakh സാലറി. ഗവൺമെന്റ് ആൻഡ് റെപ്യൂട്ടഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത്. BSc മിനിമം 1 year എക്സ്പീരിയൻസും GNM മിനിമം 2 year എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർക്ക് അപ്ലൈ ചെയ്യാം. വിത്തിൻ 2 months കൊണ്ട് ഡിപ്പാച്ചർ ആവാം. കൂടാതെ ഫ്രീ അക്കോമഡേഷൻ ലഭിക്കുന്ന ഈ വേക്കൻസിക്ക് 100% പ്ലേസ്മെന്റ് ഉറപ്പാണ്. അതും എമിറേറ്റ്സ് ഇന്റർനാഷണൽ. BSc GNM മിനിമം 2 years എക്സ്പീരിയൻസ് ഉള്ള നഴ്സാണോ നിങ്ങൾ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പ്രൊമട്രിക് പാസ്സായിട്ടുള്ള നഴ്സുമാർക്ക് സൗദിയിലെ പ്രമുഖ കമ്പനിയായ മഹാര നിരവധി അവസരങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 1 lakh+ സാലറിയും ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുകൂടാതെ OT അലവൻസും ലഭിക്കുന്നു. ഏതൊക്കെ ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസീസ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിന് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ സൗദി ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? സൗദി ഡാറ്റ ഫ്ലോ അല്ലേ? ഞാൻ പറഞ്ഞുതരാം. മിനിമം 1 year എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽ നഴ്സുമാർക്കും 2 year എക്സ്പീരിയൻസ് ഉള്ള മെയിൽ നഴ്സുമാർക്കും സൗദി ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം. സൗദി ഡാറ്റ ഫ്ലോ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതായത് നമ്മളുടെ നഴ്സിംഗ് കൗൺസിൽ വെരിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ, ഇത്രയും വെരിഫിക്കേഷനാണ് സൗദി ഡാറ്റ ഫ്ലോയിൽ വരുന്നത്. ഡാറ്റ ഫ്ലോ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. മിനിമം ഒരു 35 to 45 days ആണ് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന സമയം. ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു റിപ്പോർട്ട് ജനറേറ്റ് ആവും. അതിനെയാണ് ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സായ എലിജിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എലിജിബിലിറ്റി എന്താണെന്നല്ലേ? അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും. അയ്യോ വെയില്. എന്റെ മോളെ, ഈ സൺസ്ക്രീൻ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യല്ലേ. ഓ, ആരാ ഈ പറയുന്നത്? പെട്രോള് തീർന്നു. തെല്ലണമായിരിക്കും അല്ലേ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, നിനക്ക് കുറച്ചെങ്കിലും പെട്രോൾ ഇതിനകത്ത് അടിച്ചുകൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? സാലറി കൈ കിട്ടുമ്പോ തന്നെ എഡ്യൂക്കേഷൻ ലോണ്, വണ്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകാർ പകുതിയും കൊണ്ടു. പിന്നെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അറ്റം മൂലമൊക്കെ ഒന്ന് മുട്ടിക്കണ്ടേ? നമ്മളൊക്കെ ഇനി എന്നാണോ ഒന്ന് ഗതി പിടിക്കുന്നത്? അതെ, എന്റെ കഷ്ടകാലമൊക്കെ തീരാൻ പോവാട്ടോ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അടുത്ത മാസം ഞാൻ സൗദിക്ക് പോവാ. അവിടെ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ 1 lakh സാലറിയിൽ ഒരു ജോബ് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോ തെള്ളി മടുത്തു. നമുക്ക് എന്നാ പിന്നെ അവിടെ പോയി ഇരുന്ന് സംസാരിക്കാം. എടോ, എമിറേറ്റ്സ് ഇന്റർനാഷണൽ കൺസൾട്ടൻസിയാണ് എനിക്ക് പോകാനുള്ളതെല്ലാം ശരിയാക്കി തന്നെ. അങ്ങനെ നിന്റെ ലൈഫും സെറ്റായി. കൺഗ്രാറ്റ്സ്. എന്റെ മാത്രമല്ല, നിന്റെ. അതെങ്ങനെ? അതേനെ, BSc or GNM നഴ്സിംഗ് കഴിഞ്ഞ് 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സൗദി, ഒമാൻ, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ് ഇവിടൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. ആണോ? നീ വന്നേ, ഇനി ഒട്ടും ലേറ്റ് ആവണ്ട. ഇപ്പൊ തന്നെ എമിറേറ്റ്സിലേക്ക് പോകാം, എന്നിട്ട് മതി ബാക്കിയൊക്കെ. അപ്പൊ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കണ്ടേ? അതൊക്കെ പിന്നെ അടിക്കാൻ. നീ ഇങ്ങോട്ട് വന്നേ. എൻ്റെ പേര് അക്ബർ. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഇവിടെ പിന്നെ ഞാൻ അതിനുശേഷം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂലി മാമിൻ്റെ അടുത്തായിരുന്നു. അവർ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒത്തിരി ഫ്രണ്ട്ലിയും ആയിരുന്നു. ഒത്തിരി പെട്ടെന്ന് തന്നെ എനിക്ക് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ മന്ത് തന്നെ സൗദി ക്ലിനിക്കിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ താങ്ക്സ് എമിറേറ്റ്സ്. 92,000 സാലറിയിൽ നഴ്സിംഗ് ജോബോ, അതും ഒമാനിൽ. ഒമാനിലെ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽസിലേക്ക് BSc മിനിമം 5 year എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്ക് ICU, CCU, NICU, ലേബർ റൂം എന്നീ ഡിപ്പാർട്ട്മെന്റിൽ ഹയറിംഗ് നടക്കുന്നു. പ്രൊമെട്രിക് മാൻഡേറ്ററി ആയിട്ടുള്ള ഈ വേക്കൻസിക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യും. ഓൺലി ത്രൂ എമിറേറ്റ്സ് ഇന്റർനാഷണൽ കൺസൾട്ടൻസി.